ശ്രീ അമ്പിനും വില്ലിനും അടുക്കുക എന്ന് പറയും. ഈ ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ ഒരാളാണോ? ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി. അതെ, ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി. ഞാനങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താ, പല തരത്തിൽ നിന്ന് പല മേഖലകളിൽ നിന്ന് സമ്മർദ്ദം വരുന്നുണ്ട്. ഈ ഹമാസുമായിട്ട് ഹിസ്ബുള്ളയുമായിട്ടൊക്കെയുള്ള പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഖത്തറിൽ വെച്ചൊരു സമ്മേളനം നടത്തി, കെയ്റോയിൽ വെച്ചൊരു സമാധാന സമ്മേളനം നടത്തി. പക്ഷേ ഇതിലൊന്നും മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെടുക, ഗാസയിൽ അക്രമം തുടരുകയാണ്. അപ്പം എന്തായിരിക്കും ഈ ഈ നെതന്യാഹുവിൻ്റെ നിലപാട്? ഈ ഹിസ്ബുള്ളയ്ക്കും അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകളുടെയൊക്കെ ഒരു ഭാവി എന്താണ് ഇനി? ഞാൻ ചില റിപ്പോർട്ടുകളിൽ കണ്ടത്, പുതിയ ഹമാസ് തലവനുണ്ടല്ലോ യാഹ്യ സിൻവർ, മറ്റേ ഹമാസ് തലവന് മറ്റേ ഇറാനിൽ തീർത്തല്ലോ, അതെ, അതിനുശേഷം വന്ന യാഹ്യ സിൻവർ, അദ്ദേഹം ഗാസയിൽ തന്നെ ജനിച്ച് ഗാസയിൽ തന്നെ വളർന്ന് ഗാസയുടെ തുരങ്കങ്ങളും ഒക്കെ നന്നായി അറിയാവുന്ന ആളാണ്. അതെ, ഖത്തറിലൊന്നും പോയി താമസിച്ച് സ്ഥലം അറിയാത്ത ആളൊന്നുമല്ല. പിന്നെ ഇലക്ട്രോണിക് ആയുധം, മറ്റേ എന്താ പറയുക, മൊബൈൽ പോലുള്ള സംഗതികളൊന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ട് എളുപ്പമൊന്നും പിടിക്കാനും പറ്റില്ല. പക്ഷെ ഞാൻ വായിക്കുന്നത് ഇപ്പോൾ ഈ യാഹ്യ സിൻവറിനെ ഉന്മൂലനം ചെയ്ത ശേഷം മാത്രമേ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വെടിനിർത്തലിനെ പറ്റി ആലോചിക്കൂ എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇപ്പം ഞായറാഴ്ചയിൽ കെയ്റോയിൽ ചർച്ച നടന്നിരുന്നു, വെടിനിർത്തൽ ചർച്ച. അതെ. അപ്പോൾ ഞായറാഴ്ച ആ ചർച്ചയിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ആൾ ഇസ്രയേലിൽ നിന്നും മൊസാദിൻ്റെ ചീഫ് ഡേവിഡ് ബാർണിയ ആയിരുന്നു. അപ്പോൾ ഈ മൊസാദിൻ്റെ ചീഫ് ഡേവിഡ് ബാർണിയ കുറേ ഇളവുകളൊക്കെ കൊടുക്കുന്ന വിധത്തിൽ സംസാരിച്ചു എന്നറിഞ്ഞിട്ട് നെതന്യാഹുവിന് തൃപ്തിയില്ല എന്ന റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നെതന്യാഹുവിൻ്റെ മനസ്സറിയുന്ന വിധത്തിലല്ല മൊസാദ് പോയി കെയ്റോയിൽ സംസാരിച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ കെയ്റോയിൽ നടന്ന ചർച്ചയിൽ ഹമാസിനും വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കെയ്റോയിലെ ചർച്ചയിൽ വെച്ച വ്യവസ്ഥകൾ ഹമാസ് നിരസിക്കുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഹമാസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയ് ജൂലൈയിലൊക്കെ നടന്ന സമാധാന ചർച്ചകളുണ്ടല്ലോ, വെടിനിർത്തൽ, UN-ൻ്റെ തന്നെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് മധ്യസ്ഥത ബൈഡനും ഒക്കെ വഹിച്ച് ഏതാണ്ട് തീരുകയാണ്, വെടിനിർത്തൽ വരികയാണെന്നൊക്കെ വിചാരിച്ച ഈ വ്യവസ്ഥകളുണ്ടല്ലോ, ബന്ദികൾ ആയി സൂക്ഷിച്ചിരിക്കുന്നവർ കൈമാറുന്നു, വെടിനിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെയ് ജൂലൈയിലൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കാം എന്നാണ് ഹമാസിൻ്റെ നിലപാട്. കെയ്റോയിൽ ഞായറാഴ്ച നടന്ന ചർച്ചയിൽ നിന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. പക്ഷേ ഇതൊന്നും നെതന്യാഹുവിന് വേണ്ട. വെടിനിർത്തൽ ചർച്ചയിലൊക്കെ ആളെയൊക്കെ അയക്കും, ചർച്ചയൊക്കെ നടക്കും. അങ്ങേർക്ക് യാഹ്യ സിൻവറിനെ വകവരുത്തണം. ആ കാരണം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ CIA ഇസ്രയേലുമൊക്കെ ആയിട്ട് സഹകരിച്ചൊക്കെ ഈ അങ്ങേര് ഹമാസിൻ്റെ തലവനാകുന്നതിന് മുമ്പ് തന്നെ വകവരുത്താൻ പദ്ധതിയൊക്കെ ഇട്ട് നടന്നതാണ്. അപ്പോൾ അതൊരു ബലപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക സത്യത്തിൽ ഈ പുറത്ത് പറയുന്നതാണോ ഈ കാര്യത്തിൽ നിലപാടെന്ന് സംശയിക്കണം. കാരണം ഇസ്രയേലുമായിട്ട് എപ്പോഴും ഒന്നു ചേർന്ന് നിൽക്കുന്ന ഒരു സഖ്യശക്തിയാണ് അമേരിക്ക. നെതന്യാഹുവിൻ്റെ മേൽ സമ്മർദ്ദമുണ്ട്. ഈ ബന്ദികളുടെ കുടുംബങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട് വെടിനിർത്തലിന്. കാരണം ഹമാസുമായിട്ട് ഈ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് വെടിനിർത്തി അങ്ങനെ അടങ്ങിയിരുന്നാൽ മാത്രമേ പല ആളുകളെയും ഹമാസ് ബന്ദിയാക്കി കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ആ സംഗീത പരിപാടിക്ക് ഒക്ടോബർ 7-നുമൊക്കെ ഉണ്ടായിരുന്നതും അതിന് ശേഷവും. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾക്ക് വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് ബന്ദികളുടെ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഇസ്രയേലിൽ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മുമ്പിൽ അവർ പത്രസമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ നെതന്യാഹുവിൻ്റെ മുകളിൽ അത്തരം സമ്മർദ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നെതന്യാഹു ഈ കെയ്റോ ചർച്ചയിൽ പങ്കെടുത്ത ഇസ്രയേൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് തന്നെ ഭിന്നതയിലാണെന്നാണ് റിപ്പോർട്ട് കാണുന്നത്. അതാണ് ഞാൻ ഈ മൊസാദ് മേധാവി ഡേവിഡ് ബർണിയയുടെ കാര്യം പറഞ്ഞത്.
അങ്ങേര് തന്നെ ഇളവുകൾ കൊടുക്കുന്നു എന്നുള്ളത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ഉത്തരാഫ്രിക്കൻ രാജ്യമായ ഈജിപ്ത്, ഇവരൊക്കെ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഈ സമാധാന ചർച്ചകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞു. 10 മാസം മുമ്പാണ് ബന്ദികളാക്കി ഇവരെ ചില ഇസ്രായേലുകാരെയൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ബൈഡനാണെങ്കിൽ 24 മണിക്കൂറും ഈ ശ്രമം നടത്തുന്നതായിട്ടൊക്കെ ചിലർ പറയുന്നുണ്ട്. അങ്ങേര് അവിടുത്തെ ഈ സേനകളുടെ സംയുക്ത മേധാവി ജനറൽ CQ ബ്രൗണിനെയും ഒക്കെ അയച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ചർച്ചയൊക്കെ നടന്നതെങ്കിലും ഈ ചർച്ച നടന്ന ഞായറാഴ്ച എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. കെയ്റോയിൽ ചർച്ച നടക്കുമ്പോൾ ഹിസ്ബുല്ലയും ലെബനനിൽ നിന്ന് 400ഓളം മറ്റേ കത്യൂഷ റോക്കറ്റ് അയച്ചു. ഇവർ തിരിച്ച് അവിടെ തെക്കൻ ലെബനനിൽ ഇവരും ആക്രമിച്ചു. അവരുടെ ആയുധപ്പുരകളിലേക്ക് അയച്ചു. അതെ, ഇവരുടേതാണെങ്കിൽ മറ്റേ ഡോം, അതായത് അയൺ ഡോം വെച്ചിട്ട് ഇവരിതൊക്കെ പ്രതിരോധിച്ച് നിൽക്കുകയൊക്കെ ചെയ്തു. 400ഓളം റോക്കറ്റുകൾ, ഡ്രോണുകൾ ഒക്കെ. അങ്ങനെ ആണ് ഞായറാഴ്ച. അപ്പോൾ സമാധാന ചർച്ചയുടെ ദിവസം പോലും വെടിനിർത്തിയിട്ടില്ല എന്നർത്ഥം. അതെ. തിങ്കളാഴ്ച ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരായ്ച്ചി പറയുണ്ടായി, ഇസ്മയിൽ ഹാനിയയുടെ വധത്തിന്, അതായത് ഇറാൻ്റെ പൊസിഷൻ, ഇറാൻ്റെ വിദേശമന്ത്രി അബ്ബാസ് അരായ്ച്ചി വ്യക്തമാക്കി. ഇറാൻ എന്താണ് ഒന്നും ചെയ്യാത്തതെന്ന് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ. അത് ഇറാൻ്റെ വിദേശമന്ത്രി പറയുകയാണ്, ഞങ്ങൾ ഇസ്മയിൽ ഹനിയെ വധത്തിന്മേലുള്ള പ്രതികരണം ഞങ്ങളുടേത് ഉറച്ചതും കൃത്യവുമായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രതികരണം ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവും എന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തിങ്കളാഴ്ച ഇന്നലെ പറഞ്ഞാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇത്. ഇറ്റലിയിലെ വിദേശകാര്യമന്ത്രി അന്റോണിയോ തഖാനിയുമായിട്ടുള്ള സംഭാഷണത്തിലാണ് ഇത് പറഞ്ഞത്. ഇസ്രായേലിൻ്റെ ഇറ്റലിയുടെ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ വെടിനിർത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളും ആക്രമണം നിർത്താമെന്ന് ഹിസ്ബുല്ല നിലപാടെടുത്തിട്ടുണ്ട്. വെടിനിർത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രത്യാക്രമണത്തെപ്പറ്റി പുനരാലോചിക്കാമെന്ന് ഇറാനും നിലപാടുണ്ട്. പക്ഷേ ഇസ്രയേല് വേറെ ചില ഉടക്കുകൾ നെതന്യാഹു വെക്കുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ഈ സമാധാന ചർച്ചകളിലെ പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറയുന്നത് 2 ഇടനാഴികളുണ്ട് അവിടെ. ഒരെണ്ണം ഫിലാഡൽഫി ഇടനാഴി. ആ ഫിലാഡൽഫി ഇടനാഴി അത് ഈ ഗാസയിൽ ഉള്ള സ്ഥലമാണ്. ഫിലാഡൽഫി ഇടനാഴിയിൽ ഗാസയിൽ ഇസ്രയേലിൻ്റെ അധിനിവേശത്തിലുള്ള സ്ഥലമാണ്. ആ ഫിലാഡൽഫി ഇടനാഴി വഴി ആണ് ഹമാസ് ആയുധം കടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. ബലത്തിൽ ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. അതിൽ കൂടി ഇവർ ആയുധങ്ങൾ കടത്തുന്നു, അതുകൊണ്ട് പറ്റില്ല. രണ്ടാമത്തെ ഇടനാഴി നെറ്റ് സാറിം എന്ന് പറഞ്ഞ ഇടനാഴി. ഇത് രണ്ടും കൂടി ഗാസയെ നടുവിൽ വെച്ച് വിഭജിക്കുന്നതായിട്ട് കാണാം. ഈ ഇടനാഴികൾ നെറ്റ് സാറിം ഇടനാഴി വഴിയാണ് ഗാസയ്ക്കും തെക്കും വടക്കും ഹമാസ് ഈ ഭീകരർ ആരെയും അറിയിക്കാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇങ്ങനെ 2 ഇടനാഴികളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേൽ പിന്മാറുന്ന പ്രശ്നമില്ല. ശനിയാഴ്ച ഈ ബന്ദികളുടെ കുടുംബങ്ങൾ പത്രസമ്മേളനം നടത്തി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ ഇതുണ്ട്. ഇപ്പോൾ 40,000 പേരോളം കൊല്ലപ്പെട്ട് കഴിഞ്ഞു, 40,000 കവിഞ്ഞു. 23 ലക്ഷം പേർക്ക് ഈ ഗാസയിൽ അവരുടെ താമസ സ്ഥലം, പാർപ്പിടം നഷ്ടപ്പെട്ട് വേറെ സ്ഥലങ്ങളിൽ ക്യാമ്പുകളിലൊക്കെ പാർക്കുന്നുണ്ട്. 23 ലക്ഷം പേര്. 50 ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ.
അപ്പോൾ സിൻവർ ആണെങ്കിൽ ഹമാസ് തലവൻ യാഹ്യ സിൻവർ 61 വയസ്സായി. ഈ ഹമാസിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസിൻ വളർത്തിക്കൊണ്ടുവന്ന കേഡർ ആണ്. അപ്പോൾ CIA ഇസ്രയേലിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് യാഹ്യ സിൻവറിനെ ഉന്മൂലനം ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷേ ഒസാമ ബിൻ ലാദനും ഈ താലിബാൻ ചീഫ് ഉണ്ടായിരുന്നില്ലേ മുല്ല ഒമർ, അവർ രണ്ടുപേരും ചെയ്ത പോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഉപകരണങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാതെ തന്നെ ബിൻ ലാദനെയും മറ്റേ മുല്ല ഒമറിനെയും പോലെയാണ് ഈ യാഹ്യ സിൻവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ചിലപ്പോൾ കുറച്ചുകൂടി കാത്തു കഴിഞ്ഞാൽ യാഹ്യ സിൻവറിനെ അവസാനിപ്പിക്കാം എന്നായിരിക്കാം നെതന്യാഹു കരുതുന്നത്. അതുകൊണ്ട് അത് കഴിയുന്നത് വരെ നമ്മൾ ഇസ്രയേലിൽ നിന്ന് ഈ വെടിനിർത്തൽ സന്ധി പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് സാർ, ഇപ്പോൾ അൽ അക്സ ആശുപത്രി ഗാസയിലെ അവിടെ നിന്ന് അവിടെയുള്ള രോഗികളെയും അവിടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ അതുപോലെ തന്നെ നാട്ടുകാർ കുറച്ചൊരു അവിടെ സേഫാണെന്ന് പറഞ്ഞിരിക്കുക, അവരുടെ അടുത്തൊക്കെ പുറത്തേക്ക് പോകാൻ ഇസ്രായേൽ ആർമി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അറ്റാക്ക് തുടരും, നിങ്ങൾ മാറിക്കും എന്ന് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് അല്ലേ? അതിന് 2 കാരണം ഇപ്പോൾ മുമ്പൊന്നും നമുക്കറിയാതിരുന്ന കാരണമാണ്. ഈ 2 ഇടനാഴികളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നില്ല. കാരണം ഹമാസ് എന്താണെന്ന് വെച്ചാൽ ഹമാസ് സത്യത്തിൽ ഇപ്പോൾ ഈ ഡീകാപ്പിറ്റേറ്റഡ് ആണ്, തകർന്ന മട്ടിൽ തന്നെയാണ്, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം പൈസയും കാര്യങ്ങളൊന്നുമില്ല, ആയുധങ്ങളൊക്കെ എക്സോസ്റ്റഡ് ആയി, ആയുധങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ആക്രമണ ത്വരയില്ല, ആക്രമണത്തിനുള്ള ശക്തിയൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെയാണ് അവസരം എന്നാണ് അമേരിക്കയും ഇസ്രയേലും കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ മുഴുവനായിട്ട് അങ്ങ് തീർത്തേക്കാം, എന്നിട്ട് നമുക്ക് വെടിനിർത്തുന്ന കാര്യം ആലോചിക്കാം എന്നുള്ള കർക്കശ നിലപാടിലാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.